മോഷണം നടത്തുന്ന സമയം പാന്റും ഷർട്ടുമാകും വേഷം. ഷർട്ട് ഇൻ ചെയ്താവും നടപ്പ്. മോഷ്ടാവിനെ നിരീക്ഷിച്ച് പിന്തുടർന്ന പോലീസ് സംഘം ചുനക്കരയിൽ ഇയാൾ ഒളിച്ചു താമസിക്കുന്നതായി മനസ്സിലാക്കി. അന്വേഷണ സംഘം ആ ഭാഗത്ത് തമ്പടിച്ച് നീക്കം നിരീക്ഷിച്ചു. പക്ഷേ പോലീസിന്റെ വലയിൽ കുരുങ്ങാതെ തുളസി വിദഗ്ധമായി കടന്നു. ഇതിനിടെ മോഷ്ടിച്ച സ്കൂട്ടറിൽ കവർന്നെടുത്ത റബ്ബർ ഷീറ്റുകൾ കിളിമാനൂരിൽ കൊണ്ടുപോയി വിറ്റു. തിരിച്ചുവരുമ്പോൾ വാളകത്തുവെച്ച് സ്കൂട്ടർ കേടായി. അവിടെ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി നന്നാക്കി. യാത്ര തുടർന്നു വരവെയാണ് പോലീസ് സംഘങ്ങളുടെ സംയുക്ത നീക്കത്തിൽ തുളസീധരന് പിടിവീണത്. കഴിഞ്ഞ 8-ന് രാത്രി പന്തളം കൂരമ്പാല സ്വദേശി അനീഷിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 100-ലധികം റബ്ബർ ഷീറ്റുകളും സ്കൂട്ടറും കവർന്നു. സമീപകാലത്ത് ഒടുവിൽ നടത്തിയ മോഷണം ഇതായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ 5 മണിക്കാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത്. പന്തളം പോലീസ് കേസെടുത്ത് വ്യാപകമായ അന്വേഷണം നടത്തി. സംശയമുള്ള നിരവധി പേരെ നിരീക്ഷിച്ചു. സ്ഥിരമായി മോഷണം നടത്തുന്നവരെ പ്രത്യേകം ചോദ്യം ചെയ്യുകയും ചെയ്തു. മോഷ്ടാവ് തുളസിയാണെന്ന് താമസിയാതെ തിരിച്ചറിഞ്ഞു. ഓരോ മോഷണത്തിന് ശേഷവും തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ താമസിക്കുന്ന വീടുപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് വാടകയ്ക്ക് മാറുകയാണ് ഇയാളുടെ പതിവ്. ഇത് മനസ്സിലാക്കിയുള്ള സംയുക്ത നീക്കമാണ് വിജയം വരിച്ചത്. 30-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് തുളസീധരൻ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പന്തളം SHO TD പ്രജീഷ്, ഏനാത്ത് SHO അമൃത് സിംഗ് നായകം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.